അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ പ്രതികൾക്ക് നേരെ ബുൾഡോസർ പ്രയോഗിക്കാൻ UP സർക്കാർ പ്രതികളുടെ പേരിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി. പ്രതിയായ ലവ്കുശ് മിശ്ര അടക്കമുള്ളവർക്കാണ് നോട്ടീസ്. SIT പരിശോധനയിൽ കണ്ടെടുത്ത തുക 1 കോടി കവിഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത്, പ്രതികളാണ് കോടിക്കണക്കിന് രൂപ അനധികൃതമായി സ്വന്തമാക്കിയവരാണ്. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിലൊരു ബുൾഡോസർ രാജ് എന്ന് പറയുന്ന രീതി, ബുൾഡോസർ പ്രയോഗിക്കാൻ UP സർക്കാരിന്റെ രീതി, അത് തീർത്തും പൈശാചികമല്ലേ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ്. കാരണം UPയിൽ സംബന്ധിച്ചിടത്തോളം കെട്ടിടങ്ങൾ പ്രതികളുടെ വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുക ഒരു സാധാരണ സംഭവമാണ്. അതാണ് യോഗി ആദിത്യനാഥിൻ്റെ നിയമം എന്ന രീതിയിലാണ് UP കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് അയോധ്യയിലെ ഈ കുറ്റവാളിക്കെതിരെ ബുൾഡോസർ ഉരുളാത്തത് എന്ന ചോദ്യം നേരത്തെ പ്രതിപക്ഷ കക്ഷികളടക്കം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും കൂടിയായിരിക്കാം അനധികൃത കെട്ടിടങ്ങളെന്ന് ആരോപിച്ച ഇപ്പോൾ പ്രതികളുടെ കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ വസതികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഏതായാലും ഇപ്പോൾ ഒരു പ്രതിക്കുള്ളാണ് ഭാര്യ വീട്ടിലെത്തി ഭാര്യക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച ബുൾഡോസർ ഉരുളുമെന്ന് തന്നെയാണ് ഇപ്പോൾ UP സർക്കാർ നൽകുന്ന സൂചന. അതുമാത്രമല്ല, ഇപ്പോൾ SITയുടെ പരിശോധനയിൽ കണ്ടെടുത്ത തുക 1 കോടിയിലേറെ കവിഞ്ഞിരിക്കുന്നു എന്നതാണ്. അത് ഇത്രയും തുകകൾ അയോധ്യ ക്ഷേത്രത്തെ സംഭാവനയിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്ന ചമൻ റായിക്കെതിരെ കേസെടുക്കണമെന്ന് അഭിഭാഷകരിൽ ലക്നൗ കോടതിയിലെ ഒരു ഭാഗം അഭിഭാഷകർ, അയോധ്യ കോടതിയിലെ ഒരു അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ പരാതി നൽകും ട്രസ്റ്റ് സെക്രട്ടറിക്കെതിരെ എന്നാണ് അഭിഭാഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അയോധ്യ കൊള്ള സംബന്ധിച്ച അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉന്നതരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ട്രസ്റ്റ് അംഗങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലിൻഷ.